കല്യാണം കഴിക്കാൻ കഴിയും. ഓൾറെഡി വിവാഹിതയായ മറ്റൊരു പുരുഷന്റെ ഭാര്യയായ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആ ബന്ധം മറച്ചു വെച്ച് ബന്ധം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രാഹുലിൻ്റെ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇന്നലെ അങ്ങോട്ട് കത്തി കയറി പോയിരിക്കുകയാണ്. കത്തി കയറി പറഞ്ഞാൽ കത്തി കയറി. ഇതൊരു പഴഞ്ചൊല്ലുണ്ട്, തൂറിയവനെ ചുമന്നവനെ നാറും എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇന്നലെ കാര്യങ്ങൾ നടന്നത്. കാരണം ഇന്നലെയാണ് ആ പെൺകുട്ടി വേറെ കല്യാണം കഴിച്ചതാണെന്ന് കേരളത്തിലുള്ള ജനങ്ങൾ കംപ്ലീറ്റ് അറിയുന്നത്. ഇത്രയും കാലം പുറത്തറിയില്ല. ഇത്രയും കാലം 4 മാസമായി ഇതിൻ്റെ പുറകിലാണ് ജനങ്ങൾ കംപ്ലീറ്റ് നടന്നതിൻ്റെ പുറകിലാണ്. ജനങ്ങൾ മീൻസ് ഈ രാഷ്ട്രീയ താല്പര്യമുള്ളവരും രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും എല്ലാവരും നടന്നത് ഇതിൻ്റെ പുറകിലാണ്. ഇന്നലെയാണ് വെട്ടി പൊട്ടിയത്. കാരണം ഇന്നലെ ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുത്തു, രാഹുലിനെതിരെ പരാതി കൊടുത്തു. ആ പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. പക്ഷേ ഇന്നലെയാണ് മനസ്സിലായത് ഈ പെൺകുട്ടി ഏற்கனவே ഒരു കല്യാണം കഴിഞ്ഞതാണ്, ഇപ്പോഴും ഡൈവേഴ്സ് ആകാതെ ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. രാഹുലുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡിവേഴ്സ് ആകാതെ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്താണ് രാഹുലുമായിട്ട് ബന്ധം സ്ഥാപിച്ചത് എന്ന് ഇന്നലെയാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് പത്രങ്ങൾ ഇവർ ചെയ്യുന്ന ചെറ്റത്തര ആലോചിച്ച് നോക്കിയേ. 4 മാസമായി ഈ കാര്യം പുറത്ത് വന്നിട്ട്, 4 മാസമായി ഇവർക്ക് ഇതിൻ്റെ കാര്യങ്ങളും ന്യൂസുകളും കിട്ടിയിട്ട്. ഇവർ ഇത്രയും കാലം ഇത് പുറത്ത് പറയാതെ ഇപ്പോൾ പറഞ്ഞെങ്കിൽ അത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. അതായത് ഇലക്ഷൻ ഒരു ടൂളായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം പറഞ്ഞത്. നല്ല ഉറപ്പാണ്. 4 മാസം മുൻപ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട്, ഇവർക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയിട്ട്, പെൺകുട്ടി മാരീഡ് ആണ് എന്ന് അറിഞ്ഞിട്ട് പോലും എന്നിട്ട് ഇവർ പുറത്ത് വിടാത്തത് എന്തുകൊണ്ടാണ്? രാഹുലിനെ കരിവേരത്തേക്കാൻ വേണ്ടി മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും കൂടി കെയർ ചെയ്ത് നടക്കണമായിരുന്നു. കാരണം പെൺകുട്ടികൾ പല വിധമുണ്ട്. ഇപ്പോൾ രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി നിന്ന സമയത്തൊക്കെ ആയിരിക്കുമല്ലോ ഈ ബന്ധം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികളുണ്ടല്ലോ, നമ്മൾക്ക് ലൈവിൽ നിൽക്കുന്ന ആണുങ്ങളെ, നല്ല സെലിബ്രിറ്റികളിനെ, അങ്ങനെ അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയക്കാരനെ, ഇവരോടൊക്കെ ബന്ധം സ്ഥാപിക്കാനും ഇവരോട് നടക്കാനും ഇവരുടെ കല്യാണം കഴിക്കാനും ഇവരെ ആരാധിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിലൊരു പെൺകുട്ടി മാത്രമാണിത്, അല്ലാതെ പ്രേമം തലയ്ക്ക് പിടിച്ചിട്ട് പോയതൊന്നും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തിനു പോയി? അപ്പോൾ എന്തിനായിരിക്കും? പല ഉദ്ദേശം കൊണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മാരേജ് ചെയ്തവനെ ഉപേക്ഷിക്കാം, രാഹുലിനെ കെട്ടാം, രാഹുൽ നല്ല ഉന്നതിയിലെത്തുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ രാഹുലുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഒരു ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു സുഖത്തിനായിരിക്കാം. എന്തിനായിരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക. അല്ലാതെ ഇതിപ്പോൾ നമ്മൾ ഇത്രയും കാലം എന്താ വിചാരിച്ചേ? കല്യാണം കഴിയാത്തൊരു പെൺകുട്ടിനെ രാഹുൽ പിടിച്ചു പ്രേമിച്ച് വശത്താക്കി ഗർഭിണിയാക്കി എന്നാണ് ഇത്രയും കാലം പത്രത്തിലും മാധ്യമങ്ങളിൽ കംപ്ലീറ്റ് വന്നുകൊണ്ടിരുന്നത്. അത് ഇന്നലെ ശരിയല്ല എന്ന് കറക്റ്റായിട്ട് ന്യൂസിൽ ഇത് പറയാൻ ആരുമില്ല. അതാണ് അവസ്ഥ. പറയാൻ ആരുമില്ല. രാഹുൽ ഈശ്വർ എന്നൊരു വ്യക്തി അല്ലാതെ വേറെ ആർക്കും സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല ന്യൂസ് ചാനലിൽ. വേറെ ഏതൊക്കെ ചാനലിൽ ഏതെങ്കിലും ലേഡി പറഞ്ഞിട്ടുണ്ടാവും അറിയില്ല. പക്ഷേ ആദ്യം നമുക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ നിന്ന് കേട്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. മാങ്കൂട്ടത്തിന് ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയും? ഓൾറെഡി വിവാഹിതയായ മറ്റൊരു പുരുഷന്റെ ഭാര്യയായ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആ ബന്ധം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി മറച്ചു വെച്ചു എന്നുള്ളത് രാഹുൽ ഈശ്വറിന് ഒരു സെക്കൻഡ്. അപ്പൊ അഭിലാഷ് എന്തായാലും ഒരു കാര്യം സമ്മതിച്ചു, പെൺകുട്ടി മാരീഡ് ആയിരുന്നു. ആ പെൺകുട്ടി 2024 ഓഗസ്റ്റിൽ മാരീഡ് ആയിരുന്നു, മറ്റൊരാളുടെ ഭാര്യ ആയിരുന്നു എന്ന കാര്യത്തിൽ അഭിലാഷിന് തർക്കമില്ലല്ലോ. എനിക്ക് തർക്കമില്ല. നന്നായി. അതെ, പ്രേക്ഷകർ കേൾക്കണേ. ആ പെൺകുട്ടി രാഹുലിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം കുട്ടി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ആ ബന്ധവുമായിട്ട് മുമ്പോട്ട് പോകും? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് കേൾക്കുന്ന മലയാളി പ്രേക്ഷകർ, ഞാൻ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒരിക്കലും റിവീൽ ചെയ്യില്ല, ആ പെൺകുട്ടിയെ കുറിച്ച് ഒന്നും പറയില്ല. ആ പെൺകുട്ടിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, പക്ഷെ ഞാൻ ഒന്നും പറയില്ല. കാര്യം നമ്മുടെ നാട്ടിൽ പരാതിക്കാരെ കുറിച്ച് അങ്ങനെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം എങ്ങനെ തെറ്റുകാരനായി? കല്യാണം കഴിച്ചൊരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നു.
ആ കല്യാണത്തിന്റെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് അറിയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എല്ലാ സുഹൃത്തുക്കളും പറയുന്നത്. അപ്പോ ആ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മുമ്പോട്ട് പോയി ആ കുട്ടിയോട് കല്യാണം കഴിക്കും? രണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് ആ പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യമായിരുന്നില്ല സാർ, ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു, കുടുംബം വേണമെന്നായിരുന്നു. പക്ഷേ ഓൾറെഡി കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ എങ്ങനെ കല്യാണം കഴിക്കും? ആ യഥാർത്ഥത്തിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ 2 ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ നാശത്തിലേക്കാണ് പോയത്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, പക്ഷേ പലരുടെയും ആക്ഷൻ കാരണം 2 ചെറുപ്പക്കാരുടെ ജീവിതമാണ് ഇതിലിപ്പോ ആരുടെ ഭാഗം നിൽക്കും? നിങ്ങളെല്ലാവരും ആലോചിച്ച് ആരുടെ ഭാഗം നിൽക്കും? ഇതില് രാഹുൽ തെറ്റുകാരനാണ്. അതേപോലെ ആ പെൺകുട്ടി 100% അല്ല 1000% ആ പെൺകുട്ടി തെറ്റുകാരിയാണ്. കാരണം ആ പെൺകുട്ടി ഒരു ഭർത്താവ് ഉണ്ടാകുമ്പോൾ അവിഹിതം വെച്ചത് ഒന്നാമത്തെ തെറ്റ്. ഭർത്താവ് ഉണ്ടാകുമ്പോൾ അവിഹിതം വെക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ, ഇല്ല എന്ന് പറയുന്നില്ല. ഭർത്താവ് ഉണ്ടാകുമ്പോൾ ഭാര്യ അവിഹിതം വെക്കുന്നതും ഭാര്യ ഉണ്ടാകുമ്പോൾ ഭർത്താവ് അവിഹിതം വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അവർക്ക് പറ്റിയ ടേസ്റ്റ് അല്ലാതെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവർ ഇത് ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ കല്യാണം കഴിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അല്ലാതെ പോയിട്ട് ഗർഭിണിയായ ശേഷം ഭർത്താവിനെ ഉപേക്ഷിക്കാം എന്ന പ്ലാനിൽ പോകുന്ന കണ്ടിരിക്കുന്നത് ഇത് മാത്രമാണ്, വേറൊന്നുമല്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ, ആളൊരു പബ്ലിക് ഫിഗറാണെന്ന് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വരുമ്പോഴേക്കും രാഹുലിൻ്റെ കാമത്തിന് അതങ്ങനെ കണ്ടിട്ട് രാഹുൽ പോയി കൂടെ കിടന്നത് ഏറ്റവും വലിയ തെറ്റും തെണ്ടിത്തരവുമാണ്. കാരണം രാഹുൽ മനസ്സിലാക്കണമായിരുന്നു, രാഹുലിൻ്റെ പിന്നീടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. സാധാരണപ്പെട്ട ഒരാളല്ല, പിന്നെ രാഷ്ട്രീയത്തിൽ ഉന്നതികളിൽ മുഖ്യമന്ത്രി വരെ ആവാൻ ചാൻസ് ഉള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് രാഹുലിന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് രാഹുൽ കളിക്കണമായിരുന്നു. അല്ലാതെ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞും കൊണ്ട് അവളുടെ കാമം തീർക്കാനോ അല്ലെങ്കിൽ ഇവൻ്റെ കാമം തീർക്കാനോ പോയിട്ട് കൂടെ പോയി കിടന്നിട്ട് കൈയൊഴിയല്ല അവൻ ചെയ്യേണ്ടിയിരുന്നത്. അതാണ് രാഹുൽ ചെയ്ത ഏക തെറ്റ്. പക്ഷേ അപ്പോൾ ഇതേ അവസ്ഥയാണെങ്കിൽ പെൺകുട്ടി തെറ്റ് ചെയ്തിട്ടില്ലേ? പെൺകുട്ടി പൂർണ്ണമായിട്ടും തെറ്റ് ചെയ്ത് തന്നെയാണ്. ഇത് അതായത് ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, എല്ലാവരും ഇത്രയും കാലം രാഹുലിനെ കുറ്റം പറഞ്ഞ ആളുകളെല്ലാവരും പെണ്ണ് കല്യാണം കഴിച്ചിട്ട് ഭർത്താവായിട്ട് ഇരിക്കുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും രാഹുലിനെ സപ്പോർട്ട് ചെയ്തു. അതിനുള്ള ഉത്തമ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. രാഹുൽ ഇത് വൈകുന്നേരത്താണ് എല്ലാവരും ന്യൂസ് വന്നത്, പെൺകുട്ടി കല്യാണം കഴിച്ചതാണ് എന്നുള്ള ന്യൂസ് വന്നത് മാധ്യമങ്ങളുടെ കൂടെ അപ്പോഴാണ് പുറത്ത് വന്നത്. അതിനു മുൻപ് രാഹുൽ ഇട്ട പോസ്റ്റ് ഞാൻ വായിക്കാം. കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും, നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും, സത്യം ജയിക്കും എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടു. 66K ലൈക്കാണ് ആ സമയം. വൈകുന്നേരം ആകുമ്പോഴേക്കും അതിലേക്ക് കിട്ടിയിരിക്കുന്നത്, വൈകുന്നേരത്തുള്ള സ്ക്രീൻഷോട്ടാണിത്. വൈകുന്നേരം ആകുമ്പോഴേക്കും 66K ലൈക്കാണ് കിട്ടിയിരിക്കുന്നത്. 15.4K കമൻസും. സത്യമാവ ജയതേ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. വൈകുന്നേരം ആകുമ്പോഴേക്കും 25.8K ലൈക്കാണ് വന്നിരിക്കുന്നത്. ഷെയർ 2528 ഷെയർ, കമൻസ് 3956 കമൻസ്. ഇതിലെല്ലാം പോസിറ്റീവാണ്, 1-2 ഉള്ളൂ നെഗറ്റീവ്. ആ പെൺകുട്ടിനെ വലിച്ചു കീറുന്ന കാര്യങ്ങളാണ് അതിൽ കംപ്ലീറ്റ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ രാഷ്ട്രീയ ഭാവി എവിടെയും പോവില്ല. ഇത് നിയമത്തിൻ്റെ മുന്നിൽ തെറ്റാണ്, അത് സമ്മതിച്ചു. നിയമത്തിൻ്റെ മുന്നിൽ തെറ്റാണ്. പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്താലും പെൺകുട്ടികളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. പിന്നെ ആണുങ്ങളുടെ എന്ത് പേര് വെളിപ്പെടുത്തി വലിച്ചു കീറി ഒട്ടിച്ച് വയ്ക്കാം. പെൺകുട്ടികളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല, അത് സമ്മതിച്ചു. അതിൽ നിയമത്തിലൂടെ തെറ്റാണ്. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ പൂർണ്ണമായിട്ട് എല്ലാ ജനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറയില്ല. കാരണം അതങ്ങനെയാണ്. മെയിനായിട്ട് പെൺകുട്ടികൾ പോലും കുറ്റം പറയില്ല. ഭാര്യമാർ, അമ്മമാർ പോലും ഇവൾ എന്തിനു പോയി എന്നേ ചോദിക്കുകയുള്ളൂ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് ഡിവേഴ്സ് ആയിട്ടുള്ള ആളായിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ. കാരണം എങ്ങനത്തെ സത്യാവസ്ഥ, എന്ത് കാര്യമാണെന്ന് അറിയില്ല. എന്ത് കാര്യമാണെങ്കിലും അവിഹിതം ഫൈൻ. അവിഹിതം വെക്കുന്ന ആളുകളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അതായത് ചില ഭർത്താക്കന്മാർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ കള്ളുകുടിച്ചിട്ട് വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ ആൺമേധാവിത്യം ഉള്ളവരായിരിക്കും. അങ്ങനെ പല ആണുങ്ങളുടെ, അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്ത് പറഞ്ഞാലും അവിടെ ഇരിക്കട്ടെ, നീ മൂടിയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരിനോട് സംസാരിച്ച് ദേഷ്യപ്പെട്ടിട്ട് അവരിനെ അവിടെ ഇരുത്തുന്നവരായിരിക്കും. അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഇഷ്ടത്തിന് നടക്കാത്തവർ. അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് സംഭവിക്കാം, രണ്ടുപേർക്കും സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്ക് പറ്റിയൊരു വൈബ് അപ്പുറത്തുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു അവിഹിതം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
അത് നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾക്ക് അനുഭവങ്ങളിൽ ഒരുപാട് നമ്മൾ നാട്ടിൻപുറത്തുകാരനായതുകൊണ്ട് നമുക്ക് നന്നായി അത് കാണാനും കേൾക്കാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ഈ ഗർഭം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഗർഭം ഉണ്ടായത് എന്തിനാണ്? ഒന്നില്ലെങ്കിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് കഴിഞ്ഞ് ഗർഭം ആയ ശേഷം ആ പേര് പറഞ്ഞ് വിവാഹം കഴിക്കാം, എന്നിട്ട് മറ്റവനെ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കും. അല്ലെങ്കിൽ രാഹുലിന് അവൾക്ക് ആ സമയത്ത് രാഹുൽ ഭയങ്കരമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന ആളും ഭയങ്കര സെറ്റപ്പായിട്ട് നിൽക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം. അതായത് ഇത് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, പിന്നെ അവിടുത്തെ ബൈ ഇലക്ഷൻസ് നടക്കുന്ന സമയത്ത്, നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് ടാബ്ലറ്റ് കഴിച്ചു എന്ന് പറയുന്നത്. നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ ആ നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്താവുമ്പോൾ അതിന് മുൻപ് നടന്ന ബൈ ഇലക്ഷൻ പാലക്കാടാണ്. അപ്പോൾ ആ MLA ആയ സമയത്താണ് ഇത് നടന്നത്. അപ്പോൾ ആ സമയത്ത് 2 മാസമോ 3 മാസമോ ഉള്ള സമയമാണ്. അപ്പോഴാണ് ടാബ്ലറ്റ് മേടിച്ച് ഓൺലൈനിൽ മേടിച്ച് കഴിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ നിലമ്പൂർ ബൈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എത്രയും നമ്മൾ ഊഹിച്ചാൽ മനസ്സിലാവും. അതല്ലാതെ അതിന് മുൻപ് അപ്പോൾ MLA ആയിട്ടുണ്ട് രാഹുൽ. അപ്പോൾ MLA ആയ സമയത്ത് ഈ തരവഴിത്തരും തെണ്ടിത്തരും രാഹുൽ കാണിച്ചിട്ടുണ്ട്. അത് രാഹുലിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. രാഹുലെ വളരെ മിസ്റ്റേക്കാണ്. പക്ഷേ അതിൽ കൂടുതൽ മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടി തന്നെയാണ്. ആ പെൺകുട്ടിക്ക് ഇനി എന്താവും ഭാവി എന്ന് കണ്ടറിയാം. ഇതുവരെ അറിഞ്ഞു ഓഗസ്റ്റ് മാസം കല്യാണം, 2024 ഓഗസ്റ്റിൽ കല്യാണം കഴിഞ്ഞ കഥകൾ വരെ അറിയുന്നെങ്കിൽ പിന്നെ ഈ കാര്യങ്ങളാണോ ഇനി ഫുൾ ഡീറ്റെയിൽസ് അറിയാനാണോ ബുദ്ധിമുട്ട്? ഡീറ്റെയിൽസ് അറിയും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തെന്നല്ലേ പറഞ്ഞേ? എവിടെയും ചാരന്മാരുണ്ടാവും. ഇത് നേരിട്ടും അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെയും ചതിച്ചു, ഒരേ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെയും ചതിച്ചു. 2 പേരെയും നിങ്ങൾ ചതിച്ചതാണ്. ഇനി രാഹുൽ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എനിക്ക് അവർ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണെന്ന് നമുക്കറിയാൻ പറ്റും. ഒരു MLA ആയ രാഹുലിനെ അതൊന്നും അറിയാതിരിക്കില്ല. അതല്ലെങ്കിൽ അവൻ അത്ര വലിയ കാമവെറിയനായിരിക്കും രാഹുൽ. ഒന്നും അറിയാതെ ഒരു പെണ്ണ് വന്നിട്ട് ചിരിച്ച് കാണിച്ചിട്ട് പോകുമ്പോഴേക്കും അതിൻ്റെ പിന്നാലെ പോണ പിശാചമായിരിക്കും. അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് ഇത്രയും അടുക്കുന്ന സമയത്ത് ആ പെൺകുട്ടിൻ്റെ കല്യാണം കഴിഞ്ഞോ എന്ന് പോലും അറിയാതിരിക്കും. അപ്പോൾ അതൊക്കെ അറിയാം. രാഹുൽ വിചാരിച്ചു കല്യാണം കഴിഞ്ഞതല്ലേ, തിരിച്ച് എനിക്ക് കെട്ടേണ്ട വരില്ല, നമുക്കൊന്ന് സെറ്റാവാം, നമുക്കൊന്ന് ബന്ധത്തിലേർപ്പെടാം. അങ്ങനെ അതായത് ഈ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ആൺകുട്ടികൾ മെയിനായിട്ട് കല്യാണം കഴിയാത്ത ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞവരുടെ പിന്നാലെ നടക്കുന്നത് എന്തുദ്ദേശത്തോടെയാണ് എന്ന്, അതായത് എല്ലാ ആണുങ്ങളെയും നമ്മൾ പറയുന്നില്ല, ഒരു 70% ആൺകുട്ടികളും അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ 2 കുട്ടികളുള്ള ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയി, കല്യാണം കഴിയാത്തൊരുത്തിൻ്റെ കൂടെ പോയി. അതായത് കല്യാണം കഴിയാത്തൊരുത്തിൻ്റെ കൂടെ പോയി 2 മാസം 3 മാസം 6 മാസം അവർ നല്ല രീതിക്ക് ജീവിച്ചു. ഇപ്പം അട്ടിക്കൊണ്ട് തൂറ് വേണമെന്നാണ് പറയുന്നത് കേട്ടോ, അട്ടി കൊണ്ടിട്ട്. കാരണം അവന് വേണ്ട, കല്യാണം കഴിഞ്ഞ് തള്ളമാരൻ എന്തിനാണെന്നുള്ള രീതിയിലായി അവന്. അതേപോലെയുള്ള അവസ്ഥ വരുന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പെൺകുട്ടികൾക്ക് ആദ്യം വരണം. അത് വന്നില്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും. ഇപ്പം എന്തായി? നാറിയതാരായി? ആ പെൺകുട്ടി നാറി. രാഹുൽ നാറിയതിനെ കാട്ടിയും നാറ്റം ആ പെൺകുട്ടിക്ക് വന്നു. രാഹുലിൻ്റെ നാറ്റമില്ലെന്നല്ല, നിയമത്തിൻ്റെ ഇതിൽ രാഹുൽ തെറ്റുകാരനായിരിക്കാം. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ തെറ്റുകാരി ആ പെൺകുട്ടിയായി. രാഹുൽ തെറ്റുകാരനല്ലെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. പൂർണ്ണമായിട്ടും ഈ കാമ സ്വഭാവം നിർത്തണം രാഹുൽ. അത് തെറ്റ് തന്നെ. പക്ഷേ അതിൽ കൂടുതൽ തെറ്റ് ആ പെൺകുട്ടിയായി നാറി. എന്തായാലും രാഹുൽ തിരിച്ചു വരും. രാഹുലിൻ്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നോക്കുമ്പോൾ തിരിച്ചു വരും. ഇതിൽ ഒരിക്കലും കൂടുതലും ആളുകൾ രാഹുലിനെ കുറ്റം പറയില്ല, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ.